വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം VC. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഹേ ഗായ്സ്, അപ്പോൾ നോക്കി നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ സെക്കൻഡ് ട്രെയിലറാണ് വന്നിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ആൻഡ് ഇന്നലെ നമ്മൾ അതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ കണ്ടു കഴിഞ്ഞു. ആൻഡ് വളരെയധികം ത്രില്ലായിട്ടുള്ള ഒരു ട്രെയിലർ തന്നിട്ടുണ്ട്. കാരണം നോക്കുകയാണെങ്കിൽ ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് പെട്ടെന്ന് ട്രെയിലറിലെത്തിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് കയറിപ്പോയി. യൂട്യൂബ് മാത്രമല്ല, ട്വിറ്റർ, ഫേസ്ബുക്ക്, വാട്സാപ്പ് നോക്കുകയാണെങ്കിൽ എല്ലാം നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 24 hours കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ 32 million വ്യൂസ് സംതിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെൻഡിങ് നമ്പർ 1 കിടക്കുകയാണ് ട്രെയിലർ. ആൻഡ് ഇനിയും ഒരുപാട് റെക്കോർഡുകൾ അത് ബ്രേക്ക് ചെയ്യട്ടെ. ആൻഡ് അങ്ങനെ ഇരിക്കെ നമ്മൾ ഇന്നലെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ വിട്ടുപോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ മാവൽ നോക്കുകയാണെങ്കിൽ ട്രെയിലറിന്റെ അകത്ത് ഒരുപാട് ഫേക്ക് സീൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളെ ഇൻഫിനിറ്റി വാറിന്റെ ട്രെയിലർ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന്റെ ട്രെയിലർ കണ്ടവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ട്രെയിലറിൽ കണ്ട പല വിഷ്വൽസും മൂവിക്കകത്ത് കാണത്തില്ല. അതുപോലെ ട്രെയിലറിന്റെ അകത്ത് റൈറ്റ് സൈഡ് കാണിച്ചിരുന്ന മൂവിക്കകത്ത് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുമ്പോൾ കാണിച്ചിരുന്ന കുറെ ഫാൻസിനെ പറ്റിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ മാർവൽ ചെയ്യാറുണ്ട്. ആൻഡ് ഈ ട്രെയിലറിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടോ എന്നാണ് നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഹൾക്കിന് എന്ത് പറ്റി എന്നതിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നുണ്ട്. ഒരു സുഹൃത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൾക്കിനെ ക്വാണ്ടം സൂട്ടിൽ കണ്ടില്ലല്ലോ എന്ന്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയാനുള്ളത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാത്ത ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഇനി 2 മാസത്തേക്ക് നമ്മുടെ ചാനൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. കാരണം ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്ത് റെഡി ആയിരിക്കുക. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം നോക്കുകയാണെങ്കിൽ ഭയങ്കര പ്രതീക്ഷയാണ് ഈ മൂവിക്ക്. അതുപോലെ തന്നെ ട്രെയിലർ വന്നതിന് ശേഷം ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോലും ആൾക്കാർ ഇത്രയേറെ എക്സൈറ്റ് ചെയ്ത ഒരു ട്രെയിലർ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ആൻഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർവൽ ഒരുപാട് തരികിടകൾ അവരുടെ ട്രെയിലറിൽ കാണിക്കാറുണ്ട്. ഫാൻസിനെ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് ഫേക്ക് സീനൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ആൻഡ് അങ്ങനെ മാർവൽ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നവര് ഈ വിഷ്വൽ മാത്രം ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മുടെ ഇൻഫിനിറ്റി വാറിൽ ഒരു വിഷ്വൽ ആയിരിക്കും നമ്മുടെ വക്കാണ്ടിലെ ഫൈറ്റിന്റെ അകത്ത് നമ്മുടെ ഹൾക്ക് ഉള്ളത് പോലെ കാണിച്ചിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ നമ്മുടെ മൂവിക്കകത്ത് ഹൾക്ക് വന്നിട്ട് പോലും കാണത്തില്ല. ഫസ്റ്റ് ഒരു സീനിൽ മാത്രമേ ഹൾക്കിനെ കാണിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഹൾക്ക് വന്നിട്ട് പോലുമില്ല. അത് ഫുൾ CG വർക്കാണ്. ആ ഒരൊറ്റ ഷോട്ടിന് വേണ്ടി ഒരു കോടികൾ മുതൽ മുടക്കിയാണ് ആ ഒരു ഒറ്റ ഷോട്ട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, അവരെന്ന് വന്ന് തരികിട അവരുടെ ട്രെയിലറിനകത്ത് കാണിക്കുന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ട്രെയിലറിന്റെ അകത്ത് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ക്വാണ്ടം സൂട്ടിനെ കുറിച്ച് പറയാം. ആൻഡ് ക്വാണ്ടം സൂട്ടിൽ എന്തുകൊണ്ട് ഹൾക്കിനെ കാണിച്ചില്ല എന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹൾക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു കാണണം. മേ ബി നമ്മളുടെ എഡിറ്റിംഗിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റിയതായിരിക്കാം. നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് സ്പോയിലേഴ്സ് കൊടുക്കണ്ട എന്നുള്ള രീതിക്ക് അത് എഡിറ്റ് ചെയ്ത് മാറ്റിയതായിരിക്കാം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് അവിടെ കുറച്ച് പേരെയും കാണാൻ കഴിയത്തില്ല. നമ്മുടെ ക്യാപ്റ്റൻ മാർവലിനെയും കാണാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ തോറിനെ കാണാൻ കഴിയില്ല, റോക്കറ്റിനെയും കാണാൻ കഴിയുന്നില്ല. ആൻഡ് നമ്മുടെ തോറിനെയും ക്യാപ്റ്റൻ മാർവലിനെയും നമുക്ക് വിടാം. കാരണം അവർക്ക് ക്വാണ്ടം സൂട്ട് ഇല്ലെങ്കിൽ പോലും അവർക്ക് സ്പേസിലോ അല്ലെങ്കിൽ ക്വാണ്ടം അല്ലാതെ സർവൈവ് ചെയ്യാൻ കഴിയും. കാരണം അവർക്ക് രണ്ടുപേർക്കും ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ കഴിയും. തോറിന് നോക്കുകയാണെങ്കിൽ സ്ട്രോം ബ്രേക്കർ ഉപയോഗിച്ച് ബൈഫ്രോസ്റ്റ് വരെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ആൻഡ് രണ്ടുപേരും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അവരവിടെ ഇല്ലാത്തത് എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. ആൻഡ് ഹൾക്കിനെ കാണിക്കാത്തതിന്റെ മെയിൻ റീസൺ ഇതൊരു വലിയ സ്പോയിലർ ആയി പോകും എന്നുള്ളത് കൊണ്ട് ഹൾക്കിനെ മേ ബി അവിടെ നിന്ന് റിമൂവ് ചെയ്തതായിരിക്കാം. ആൻഡ് ഇതിൽ ഏറ്റവും വലിയ സ്പോയിലർ മാർവൽ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ടോണി സ്റ്റാർക്ക് തന്നെയാണ്. അയൺമാനെ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ഈ സീൻ എനിക്ക് കാണുമ്പോൾ എനിക്ക് അതൊരു ഫേക്ക് സീൻ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആൻഡ് പെട്ടെന്ന് നമ്മളെ ടോണി സ്റ്റാർക്ക് എർത്തി വന്നതുപോലെ കാണിക്കത്തില്ല. അതിനെ ആലോചിച്ച് നോക്കുക, ഇത്രയും നാൾ അദ്ദേഹം സ്പേസിൽ കിടന്ന് കഷ്ടപ്പെടും പോലെ കാണിച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹം ആ സൂട്ട് ഇട്ടിട്ട് ഇവരെ കൂടെ നടന്നു വരുമ്പോൾ കാണിക്കുന്നു. ആൻഡ് ഇതിന് മുമ്പും ഒരു TV സ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു, 30 സെക്കൻഡ് TV സ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം നടന്നു പോകുന്നു. ആൻഡ് അവിടെ നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്ക ഫ്രണ്ടിൽ പോകാൻ നേരത്ത് ബാക്കിൽ നമ്മളെ തോറാണ് പോകുന്നത്. ആൻഡ് തോറിനാണ് അത്ര ഹൈറ്റ് തൊട്ട് നമുക്ക് എല്ലാവർക്കും ആ നിഴല് കാണുമ്പോൾ തന്നെ അറിയാം തോറാണെന്ന്. ആൻഡ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ട്രെയിലറിൽ തോറിനെ കാണിക്കുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ ആ TV സ്പോട്ടിന്റെ അകത്ത് റോക്കറ്റിനെ കാണിച്ചിട്ടുണ്ടാവും. ഇതിന്റെ റോക്കറ്റിനെ കാണിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ബലമായ സംശയം നമ്മളുടെ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ആ ഒരു സീന് മിക്കവാറും എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്നതായിരിക്കാം. നമ്മളുടെ ഫാൻസിന് കുറച്ചും കൂടെ ഒരു ത്രില്ല് തരാൻ വേണ്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അത് ഒരു ഫേക്ക് സീൻ അല്ല, റിയൽ സീൻ ആയിരിക്കുമോ? അത് ഇനി മൂവി കാണാൻ നേരത്തെ ആ സീൻ അവിടെ കാണുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യാം. ആൻഡ് അതിനുശേഷം നമ്മൾ ഹോക്കായെ കാണിക്കാൻ നേരത്തെ അദ്ദേഹം ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മകളാണ് എന്ന്. അദ്ദേഹത്തിന് മകളുള്ള പോലെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഏജ് ഓഫ് അൾട്രോൺ മൂവിക്കകത്ത്. ആൻഡ് ഇടയ്ക്ക് വെച്ച്
കാത്രിൻ സ്റ്റാൻഫോർഡ് എന്നൊരു ആക്ട്രസിനെ നമ്മുടെ ഇൻഫിനിറ്റി വാറിൽ, അതായത് നമ്മുടെ എൻ ഗെയിമിന്റെ അകത്ത്, അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ആ കുട്ടി ആയിരിക്കുമോ ഡൗട്ട് ഉണ്ട്. കാരണം അവര് നമ്മളുടെ കേറ്റ് ബിഷപ്പിന്റെ റോള് ചെയ്യാൻ പോകുന്ന ചെറിയൊരു റൂമർ വരുന്നുണ്ട്. കേറ്റ് ബിഷപ്പ് ആരാണെന്ന് നോക്കിയാൽ നമ്മുടെ ഹോക്കായിയുടെ ഒരു ലേഡി ഫോം, അത് ഹോക്കായി നമ്മുടെ ഹോക്കായി ഒരു ആർച്ചറാണ്. ആൻഡ് അതുപോലെ തന്നെ ഒരു ലേഡി ആർച്ചർ, അതാണ് കേറ്റ് ബിഷപ്പ് എന്ന് പറയും. നമ്മുടെ ഹോക്കായി തന്നെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ ഹോക്കായി റോണിൻ ഫോമിലാവുമ്പോൾ നമ്മുടെ ഹോക്കായുടെ സ്ഥലത്ത് കേറ്റ് ബിഷപ്പ് വരുന്ന ഒരു കോമിക്സിൽ പറഞ്ഞിട്ടുണ്ടാവും. മേ ബി നമ്മളുടെ കാത്രിൻ സ്റ്റാൻഫോർഡ് ആയിരിക്കാം ആ കുട്ടി. ആൻഡ് ഇത് ജസ്റ്റ് എന്താ റൂമറായിട്ട് വന്ന കാര്യമാണ്. ഞാൻ ഇപ്പോഴും അത് ഹോക്കായുടെ മകളാണെന്ന് തന്നെയാണ് കരുതുന്നത്. ആൻഡ് അടുത്തൊരു സീനിൽ ഒരു എന്താ പറയാ, ഒരു നമ്മുടെ ഹോക്കായി പോവാൻ നേരത്തെ ഒരു ബ്ലാസ്റ്റ് കിടക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊരു ഫ്ലൈറ്റ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം അതൊരു ടണലാണ്. ഒരു ടണലിന്റെ അകത്താണ് ഒരു ബോംബ് ബ്ലാസ്റ്റ് ആവുന്നത്. അപ്പൊ നമ്മൾ ഈ സീനിനും ക്യാപ്റ്റൻ അമേരിക്ക ആ പുറത്തു വരുന്ന സീനിനും വലിയ ബന്ധമില്ലെന്നാണ് തോന്നുന്നത്. കാരണം രണ്ട് സീൻ ആവാണ് ചാൻസസ് കൂടുതൽ. അത് ഒരുമിച്ച് കാണിക്കാൻ നേരത്ത് നമുക്ക് തോന്നുന്നതായിരിക്കാം. ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ നെബുല ആരെയോ അറ്റാക്ക് ചെയ്യുമ്പോഴത്തെ ഒരു സീന് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നെബുലയ്ക്ക് ഇത്രയും ദേഷ്യം ആരുടെത്താണെന്ന് നോക്കി നമ്മുടെ താനോസിനോട് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ട്രെയിലർ നമുക്ക് സിനിമ തുടങ്ങി 15 മിനിറ്റുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മാത്രമേ കട്ട് ചെയ്ത് ട്രെയിലറിന്റെ അകത്ത് ഉൾപ്പെടുത്തൂ എന്ന് നമ്മുടെ കെവിൻ ഫേജ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റ്സിൽ എന്തായാലും താനോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുക നമ്മളുടെ നെബുലയുടെ ആ സീന് അതൊരു ഫേക്ക് സീൻ ആണെന്നാണ് തോന്നുന്നത്. അതും ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഇതൊക്കെ എന്റെ ഒരു നിഗമനം മാത്രമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഹൾക്കിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇൻഫിനിറ്റി വാറിന്റെ അകത്ത് അദ്ദേഹം കുറച്ചു നേരം ഹൾക്കിനെ കാണിച്ചിട്ടുണ്ടാവും. നമ്മുടെ താനോസ് ഹൾക്കിനെ അടിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഹൾക്ക് വന്നിട്ടേ ഇല്ല പുറത്ത്. ആൻഡ് എൻ ഗെയിമിൽ നമ്മുടെ ഹൾക്ക് തിരിച്ചു വന്ന് താനോസ് വൈസസ് ഹൾക്ക് എന്നൊരു ക്ലൈമാക്സ് സീൻ വേണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മേ ബി ഹൾക്ക് ഫാൻസിന് എല്ലാവരും അങ്ങനെ ഒരു ആഗ്രഹം കാണും. കാരണം ഇൻഫിനിറ്റി വാറിൽ ഹൾക്കിനെ എന്താ ഭയങ്കരമായിട്ടും കൊച്ചായി കളഞ്ഞു. ആൻഡ് ഇതിൽ ഹൾക്ക് തിരിച്ചു താനോസിനെ ഡിഫീറ്റ് ചെയ്യുമ്പോൾ ഒരു സീന് വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുമുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും ഹൾക്ക് മൂവിക്ക് അത് കാണും. അദ്ദേഹം പ്രൊഫസർ ഹൾക്കായിട്ട് വരുമെന്നും പറയുന്നുണ്ട്. ആൻഡ് അദ്ദേഹം ക്വാണ്ടം സൂട്ട് എത്തിക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്. ആൻഡ് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സീൻ കാണണം. ഹൾക്ക് വൈസസ് താനോസ്, ആ ഫൈനൽ ആയിട്ടുള്ള അതിന്റെ അകത്ത് നമ്മുടെ ഹൾക്ക് വൈസസ് താനോസ്, നമ്മുടെ ഹൾക്ക് നമ്മുടെ താനോസിനെ അടിച്ചിടുന്ന ആ ഒരു സീന് കാണാൻ വേണ്ടി എത്ര പേര് വെയിറ്റിംഗ് ആണ് താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.